ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഊട്ടിയിലുള്ള വിർജിൻ എർത്ത് എന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒറിജിനലായിട്ടുള്ള ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് നമ്മളവിടെ കണ്ടത്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. നല്ല വെയിലാണെങ്കിലും ഒട്ടും ചൂടില്ല, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതാണ് എല്ലാവരും സ്വെറ്ററും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നത്. ഇവിടെ ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ കിളികളൊക്കെ ഒരുപാടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിതാ ഉള്ളിലേക്ക് ഇങ്ങനെയൊരു രീതിയിലാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നെറ്റൊക്കെ ഇട്ട് അവർ കെട്ടിയിരിക്കുകയാണ്. നിറയെ കിളികളാണ്, നമ്മൾ കാണാത്ത കിളികളാണ്. നിറയെ ചെടികളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ സമയമാണ്, എന്നാൽ പോലും നിറയെ ആളുകളുണ്ട് ഇവിടെ. തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നുമില്ല, നല്ല സുഖമാണ് ഇവിടെ. കണ്ടോ, ഒരുപാട് കിളികളുണ്ട്. അതിനുള്ള കൂടും സെറ്റപ്പും വെള്ളവും എല്ലാം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിൽ സൂര്യകാന്തി വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തിനായിരിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കയ്യിൽ വെച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ കിളികളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. ആ വിത്തുകളൊക്കെ തോലൊക്കെ പൊളിച്ച് അത് തിന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് അത് പറന്നു പോവുള്ളൂ. നല്ല രസമുണ്ട്. കിളികൾ ഒരുപാടുണ്ട്, പല കളറുകളിലായിട്ട് ഒരുപാടുണ്ട്. ചെറിയ കിളികളെ നമ്മുടെ കൈകളിലോട്ട് വരികയുള്ളൂ, വലിയ കിളികളൊന്നും വരുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകളും ഉണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീനിനുള്ള തീറ്റി അവർ നമ്മളടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായി കുളത്തിൽ മീനിന് തീറ്റി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം വന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് എല്ലാ മീനിനെയും കാണാൻ പറ്റുമല്ലോ, നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആട്, വെറൈറ്റി ആയിട്ടുള്ള ആടുകൾ, പിന്നെ മുയൽ, അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളൊക്കെയാണുള്ളത്. ആടുകളൊക്കെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ആടുകൾ, നമ്മൾ കാണാത്ത രീതിയിലുള്ള ആടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. മനുഷ്യരോട് നന്നായിട്ട് ഇണങ്ങുന്ന ആടുകളാണിത്. തൊടുമ്പോഴൊന്നും അതൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ആടുകളാണ്. പിന്നെ അതാ ഇതൊക്കെ ചെമ്മരിയാടുകളാണ്, നല്ല രസമുണ്ട്. ഇതൊക്കെ കുട്ടികളാട്ടോ, നല്ല രസമുണ്ട് അതുങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ കോഴികളുണ്ട്, പലതരത്തിലുള്ള കോഴികൾ. മുയലൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് മുയലുകൾ. അത് വൈറ്റ് ആകുമ്പോൾ നല്ല രസമാണല്ലോ. എൻ്റെ കണ്ണൊക്കെ റെഡ് കളറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒട്ടകപ്പക്ഷി ഉണ്ട്, 2-3 എണ്ണം ഉണ്ട്. ഒട്ടകപ്പക്ഷീനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര വലുപ്പമുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അത് നടക്കുന്നത് കുണുങ്ങി കുണുങ്ങി നടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി.
നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവർ വേലിയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കഴുത്തൊക്കെ ഭയങ്കര നീളമാണ്. നമ്മളടുത്തേക്ക് പോകുമ്പോൾ നമ്മളെ കൊത്താൻ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കൊത്തൊന്നുമില്ല. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ആടുകൾ, ഒരുപാട് ആടുകളുണ്ട് കേട്ടോ. നമ്മളപ്പുറത്തും കണ്ടായിരുന്നു, ഇവിടെയുണ്ട് ഒരുപാട്. പിന്നെ ഇതാ ഇവിടെ കുറേ താറാവ്, അരയന്നം അതൊക്കെയുണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങി അത് നീന്തുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കണ്ട് ക്ഷീണിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.